കാസർഗോഡ് മാടക്കാൾ തൃക്കരിപ്പൂർ കടപ്പുറം കടവിൽ സർവീസ് നടത്തിയിരുന്ന യാത്രാ ബോട്ടിന്റെ സർവീസ് നിലച്ചിട്ട് 1.5 വർഷമായി. 15.5 ലക്ഷം രൂപ ചെലവിൽ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബോട്ടാണ് വെള്ളത്തിൽ കിടന്ന് നശിക്കുന്നത്. വലിയ പറമ്പ് മാടക്കൽ കടപ്പുറം നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് പ്രത്യേക യാത്രാ ബോട്ട് സർക്കാർ എത്തിച്ചത്. 10 പേർക്ക് ഒരേ സമയം ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിൻ സ്ഥാപിച്ച ബോട്ടാണ് മംഗലാപുരത്ത് നിർമ്മിച്ച് മാടക്കാലിൽ എത്തിച്ചത്. ആദ്യകാലത്ത് നല്ല രീതിയിൽ സർവീസ് നടത്തിയെങ്കിലും താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോട്ട് ഓടിക്കാൻ പ്രത്യേക പരിശീലനം വേണമെന്ന നിബന്ധന വന്നതോടെ ബോട്ട് കരയിൽ സ്ഥിരതാമസമായി. 1 മാസക്കാലത്തോളം ശ്രാങ്കിനെ പുറത്തുനിന്നും വരുത്തിയാണ് സർവീസ് നടത്തിയത്. എന്നാൽ കടത്തുകൂലിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും ഡ്രൈവറുടെ ശമ്പളവും ഇന്ധന ചെലവും കണ്ടെത്താനാകാതെ സർവീസ് ഒടുവിൽ നിർത്തിവെക്കേണ്ടി വന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് യാത്രാ ബോട്ട് നിലച്ചതോടെ ദുരിതത്തിലായത്. 1.5 വർഷമായി മാടക്കാൽ കടവിന് സമീപം കിടക്കുന്ന ബോട്ടിന് ഏതെങ്കിലും തരത്തിൽ സംരക്ഷണമൊരുക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല. ബോട്ട് ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലേലം ചെയ്ത് വിറ്റ് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കണമെന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.